ഇവിടെ താഴെ ഒരു ഹട്ട് പോലെ റിസോർട്ട് വരുന്നുണ്ട് കേട്ടോ, ഹട്ട് പോലെ. മച്ചന്മാരെ നമ്മൾ ഗ്രീൻ ഹിൽ റിസോർട്ടിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ റിസോർട്ടിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ റിസോർട്ടിലേക്ക് പോയി നോക്കിയാലോ. ഇതാണ് അടുത്ത കാഴ്ച. ബൈപ്പാസിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. മച്ചന്മാരെ, നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഒരു ചെറിയ റിസോർട്ടുണ്ട്. ഹിൽ ടോപ്പ് റിസോർട്ട് എന്നാണ് പേര്. അപ്പോൾ ആ റിസോർട്ടിലെ കുഞ്ഞു വിശേഷങ്ങളും പിന്നെ നമുക്ക് ചെറിയൊരു മീറ്റിങ്ങും അവിടെ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുത്തൂർ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ടൗൺ കഴിഞ്ഞിട്ടുള്ള പുത്തൂർ ബൈപ്പാസിലാണ്. അപ്പോൾ ഇവിടേക്ക് പോകുന്ന വഴി ഒരു മനോഹരമായുള്ളൊരു കാഴ്ച നമ്മളിവിടെ കണ്ടു. വെച്ച് നോക്കിയാലോ. ഇത് കണ്ടോ, ഈ ഒരു നെൽപ്പാടം. ഇവിടെ കണ്ടോ, നെല്ല് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ മറ്റു കൃഷിക്കായിട്ടും ഈ ഭൂമി, ഈ പാടം ഇതുപോലെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടിട്ടോ, ഇത് തണ്ണിമത്തനാണെന്ന് തോന്നുന്നു. ഈ ഇവിടൊക്കെ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. ആ സൈഡിൽ ഇവിടെ മൊത്തം ആ സൈഡിൽ മൊത്തം ഈ തണ്ണിമത്തൻ്റെ കൃഷിയാണ്. പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പയറാണെന്ന് തോന്നും. പയറിൻ്റെ കണ്ടോ, ഈ കുറ്റിപ്പറ കണ്ടല്ലോ, ചിലവർ അങ്ങനെ ചെയ്യും. പക്ഷെ ഈ ഒരു അടിസ്ഥാനം ഈ വ്യവസ്ഥയിൽ തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തണ്ണിമത്തൻ ആവാനാണ് ചാൻസ്. തയ്യൊക്കെ എടുക്കുന്നുണ്ട്. തയ്യ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഒരു പൈപ്പൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. കൃഷി ചെയ്യാനും വളരെ താല്പര്യം. നല്ല രസമാണ്. ആഹാ, രാവിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ച. ഇവിടെ ഈ ബൈപ്പാസിൽ പാടത്ത് കൊണ്ടുപോകുന്ന ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത കാഴ്ച ബൈപ്പാസിൽ നിന്നുള്ള ഒരുപാട് ആളുകളുണ്ടോ. ഇവിടെ ക്രിക്കറ്റ് മാച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പറയുമ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇതൊരു ബൗണ്ടറി ഭയങ്കര ഡിസ്റ്റൻസ് ആട്ടോ. ഉണ്ടോ ഇവിടെ ഇത്രയും ലോങ്ങിനാണ് ബൗണ്ടറി വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മാനേജർ വരികയും ഞങ്ങൾ ഒട്ടും വൈകിപ്പിക്കാതെ റിസോർട്ടിലേക്ക് യാത്രയായി. ഇപ്പോൾ പെരിന്തൽമണ്ണ കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്ന് EMS ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് സൈഡിലേക്കൊരു ടേണിംഗ് ഉണ്ട്. അവിടേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഹിൽ റിസോർട്ടിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് ഭാഗത്തേക്ക് കണ്ട ഒരു കുന്ന്, അതാണ് കൊടികുത്തിമല വ്യൂ പോയിന്റ്. BBC ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയോ? BBC ലക്ഷറി റിസോർട്ട്. മച്ചന്മാരെ, നമ്മൾ ഗ്രീൻ ഹിൽ റിസോർട്ടിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഈ റിസോർട്ടിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ റിസോർട്ടിലേക്ക് പോയി നോക്കിയാലോ. ഇതാണ് റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. എൻട്രൻസ് ഗ്രീൻ ഹിൽ റിസോർട്ടാണ്. ഒരു നോർമൽ ടൈപ്പ് ചെറിയ റിസോർട്ടാണ്. EMS കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ മാപ്പിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് സ്പേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ ഒരു ചെറിയൊരു വാക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. ഇവിടെ ഒരു കരിങ്കല്ല് ഇവിടെ കൊണ്ട് വെച്ചതാണോ അതോ ഇത് ഇവിടെ എടുക്കാതെ ഇങ്ങനെ തന്നെ വെച്ചാണോ അറിയില്ല. മച്ചന്മാരെ, നമുക്ക് റിസോർട്ടിനകത്ത് എന്തെല്ലാമാണ് എക്സ്ട്രാ ഫെസിലിറ്റി ഒക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം അല്ലേ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചട്ടോ. അത്യാവശ്യം വലിയൊരു ഹാളാണ്. ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ മീറ്റിംഗ് കൂടുവാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്.
അപ്പൊ ഇതിനകത്തുള്ള നമുക്ക് റൂം വരുന്നത് ഈ ഒരു സെറ്റപ്പ് ആട്ടോ. ചെറിയൊരു ഡ്രോയർ, പിന്നെ ഒരു ഡബിൾ ബെഡ്, ഇത് മാട്രസ്, ഒരു TV, നല്ലൊരു മിറർ സ്റ്റാൻഡ്. ഗായ്സ്, അപ്പോൾ ഇതാണ് ഒരു ബാൽക്കണി വ്യൂ ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഈ റിസോർട്ടിൽ, ഗ്രീൻ ഹിൽ റിസോർട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ചുറ്റും മലകൾ കണ്ടോ, കളറല്ലേ. കൊടികുത്തിമല കേട്ടോ കാണുന്നത്, കൊടികുത്തിമലയാണ് കാണുന്നത്. ഇവിടുന്ന് ഒരു ഏകദേശം നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൽ നിന്ന് ഒരു 7.5 കിലോമീറ്റർ ഉണ്ട്. 7.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ 4 കിലോമീറ്ററോളം മലയുടെ മുകളിലേക്കുള്ള ദൂരമാണ്. ഇതാണ് ഇതിന്റെ ബാൽക്കണി വ്യൂ. വലിയ റിസോർട്ടൊന്നും അല്ല, ഒരു ചെറിയ നോർമൽ രീതിയിലുള്ള റിസോർട്ടാണ്. ഇതാ ഈ ഒരു ഗ്രൗണ്ട് സ്പേസ് ആണ് നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു മിഡോല് ഭയങ്കര നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഷേപ്പിൽ കുറച്ച് ചെടികളും വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ, ഇനി നമുക്ക് ഇതിന്റെ മുകളിലൊരു ഫ്ലോർ കൂടെ ഉണ്ട്. അവിടെ കയറിയിട്ട് ഇതിന്റെ വ്യൂ ജസ്റ്റ് നോക്കിയാലോ. ഇത് നമ്മുടെ സുമിത് ഭായ് കേട്ടോ, മഞ്ചേരിയാണ് വീട് വരുന്നത്. അപ്പൊ നമുക്ക് മേലത് കയറി വെക്കാം. ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ട് കേട്ടോ. ഈ രീതിയിലുള്ള സ്റ്റെയർ ആണ്. നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം. നല്ലൊരു കിടിലൻ വ്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഉയരത്തിലൊന്നും അല്ല, എന്നെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. അരെ വാ, തകർത്ത് സംഗതി തകർത്ത്. പക്ഷെ എന്താ വെച്ചാല് നല്ല വെയിലാണേ, നല്ല വെയിലാ. തൊപ്പിയൊക്കെ ഇട്ട് വരേണ്ടി വരും നമുക്ക് ഈവനിങ് സമയത്തൊക്കെ അല്ലേ. ഈവനിങ് സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളറാവും, ഒരു രക്ഷയില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഏകദേശം ചുറ്റും മലകളാട്ടോ, ചുറ്റും മലകളാണ്. അതുപോലെ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഇതൊരു വേറൊരു റിസോർട്ടാണ്. നമ്മളെ ഫ്രണ്ടിൽ തന്നെ വേറൊരു ചെറിയ റിസോർട്ടും ഉണ്ട്. പിന്നെ കൊടികുത്തിമലയാണ് കാണുന്നത്. ആ മല കണ്ടോ, ആ മല ആണ് കൊടികുത്തിമല. കൊടികുത്തിമലയിൽ പോയിട്ടുള്ള നമ്മൾ മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കൊടികുത്തിമലയും ട്രക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അവയായിട്ട് അതാ ഫുള്ള് ഫോട്ടോ എടുക്കലാട്ടോ റിസോർട്ടിന്റെ. അപ്പൊ ഇതാണ് ആ കൊടികുത്തിമല. പിന്നെ ആ മല ഇങ്ങനെ കണ്ടോ, ഇവിടെ ചുറ്റും മലകൾ. പിന്നെ നമ്മുടെ പുറകിലൊരു റിസോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും വരുന്നുണ്ട്, പുതുതായിട്ട് പണി നടക്കുന്നുണ്ട്. ഇവിടെ താഴെ ഒരു ഹട്ട് പോലെ റിസോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഹട്ട് പോലെ പൊതുവെ റേറ്റ് കുറവായിരിക്കും എന്ന്. നല്ലൊരു ഏരിയ ആണ്. നൈറ്റൊക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺഫേം ആണ്. നല്ല തണുപ്പും നല്ല കൂളിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. ഉച്ച സമയത്ത് മാത്രമേ നമുക്ക് കുഴപ്പമുള്ളൂ. പക്ഷെ AC ഒക്കെ ഉള്ളപ്പോ അതിന്റെ കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഞങ്ങള് മീറ്റിംഗിന്റെ ഭാഗമായിട്ടില്ലേ, മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പ്രോഗ്രാം നടക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി താഴേക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ഹാളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. സുമിത് ഭായ് ആണത്. പിന്നെ ഇവിടുന്ന് നമ്മൾ മേലെന്ന് കണ്ട വ്യൂ തന്നെ. പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫൈഡ് വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതാണ് കിച്ചൺ കേട്ടോ. ഈ റിസോർട്ടിനകത്തെ പൂൾ കേട്ടോ. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നോ ഡൈവിംഗ്, നോ ജമ്പിങ്, കീപ് ക്ലീൻ, നോ ഫുഡ് വെയർ, നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോൾ, നോ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇവർ മേക്ക് ചെയ്തിട്ടുള്ള സംഗതി കേട്ടോ. ഇത് കണ്ടോ, പിന്നെ ഇരുമ്പിന്റെ ആ ബോർഡാണ്. ഒരു ടോയ്ലറ്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലാണ്. കുഴപ്പമില്ല, നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഗ്രീൻ ഹിൽ റിസോർട്ടിന്റെ സ്വിമ്മിംഗ് പൂൾ. ഇനി ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് ഈ വ്യൂ പോയിന്റ് ഒന്ന് ആസ്വദിക്കട്ടെ.
നേരെ മുന്നിൽ കാണുന്നത് കൊടുകുത്തിമല ഉണ്ടാകും. ഈ കൊടുകുത്തിമലൻ്റെ മുകളിലൊരു ടവറുണ്ട്, വാച്ച് ടവർ. അത് ഇവിടെ നിന്നാൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം അത് കാണിക്കാൻ അല്ലെങ്കിൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും കിഡിലൻ വ്യൂ. ഇപ്പോൾ ഒരു ഈവനിങ് ആയ സമയത്ത് നല്ല തണുപ്പും നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് തന്നെയാണ്. ഒരുപാട് സമയം ഇങ്ങനെ ഇവിടെ ഇരിക്കണം എന്നാഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏകദേശം 6:30 തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കിഡിലൻ മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.